ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവക്ക കൊണ്ടാട്ടമാണ്. ഇന്നലെ ഞാൻ ചക്കപ്പോള കൊണ്ടൊരു കൊണ്ടാട്ടം തയ്യാറാക്കിയ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും കാണണം. അത് വളരെ ടേസ്റ്റിയും വെറൈറ്റിയായ ഒരു കൊണ്ടാട്ടമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പാവക്ക കൊണ്ടാട്ടം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു പാവക്ക നീളത്തിൽ മുറിച്ചെടുത്ത് അതിന് ഇതേ കനത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരമണിക്കൂറോളം പുരട്ടി വെച്ചിരുന്നതാണ്. ഇനി ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതിലെ വെള്ളമൊക്കെ ഇതുപോലെ നന്നായി ഒന്ന് പിഴിഞ്ഞ് കളയാം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഒരല്പം കൂടുതൽ ചേർത്ത് കൊടുക്കണം. എന്നാലാണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പാവയ്ക്ക് ഉപ്പ് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ പാവക്കയിൽ വെള്ളം പിഴിഞ്ഞ് കളയുമ്പോൾ ഒരു ഗുണവും കൂടിയുണ്ട്, കൊണ്ടാട്ടത്തിന് കയ്പ്പ് കുറവായിരിക്കും. അങ്ങനെ നമ്മുടെ പാവക്കയിലെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞു. ഇനി നമുക്കത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് പാവക്ക ഇട്ട് കൊടുക്കാം. നമുക്കിത് 2 പ്രാവശ്യമായിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഇങ്ങനെ അനക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഒരു കിലുങ്ങുന്ന പാകമാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. പാവക്ക മുരിഞ്ഞൊടുങ്ങിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ചെറുതായിട്ട് ചുവന്ന കളറൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ബാക്കിയുള്ള പാവക്ക കൂടി ഇതുപോലെ വറുത്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ ഓയിൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. വീണ്ടും പാൻ വെച്ച് സ്റ്റൗ ഒന്ന് ഓണാക്കി ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. ഓയിലിൻ്റെ ചെറിയൊരു അംശം പാനിലുണ്ടാകും, അത് കുഴപ്പമില്ല. ഇതിലേക്ക് നമുക്ക് വറുത്ത പാവക്ക ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടി ചേർക്കുന്നുണ്ട്. മുളക് നന്നായി മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പാവക്ക കൊണ്ടാട്ടം റെഡി ആയി കഴിഞ്ഞു. ഇത് കണ്ട, പാവക്ക അരിഞ്ഞുണക്കി വറുത്തെടുത്ത പോലെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ പറയണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പുതിയൊരു വെറൈറ്റി ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം.